ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷറോട് കൂടിയായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് എൻഡായിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 27 പോയിൻറ്റ്സിൻ്റെ ഡൗണോടുകൂടി 15,721 സെൻസെക്സിൽ ഏകദേശം 67 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോടുകൂടി 52,482 ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 238 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോടുകൂടി 34,772 ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആകപ്പെടെ IT സെക്ടർ മാത്രമായിരുന്നു ഇന്നൊരു ചെറിയൊരു പോസിറ്റീവ് മോഡിൽ നിന്നത്. ബാക്കി എല്ലാ സെക്ടറും തന്നെ ഇന്നൊരു ഡിക്ലൈനിങ് മോഡിലായിരുന്നു. അതിൽ തന്നെ മീഡിയ, അതേപോലെ തന്നെ ബാങ്കിങ്, ഫിനാൻഷ്യൽ ഈ ഒരു സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഡിക്ലൈനിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇനി തന്നെ നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ 33 സ്റ്റോക്കുകളും ഡിക്ലൈനിലും 17 സ്റ്റോക്കുകളാണ് ആകെ അഡ്വാൻസസിൽ ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഈ ഒരു ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ കോൾ ഇന്ത്യ, റിലയൻസ്, ഡിവിസ് ലാബ്, അതുപോലെ തന്നെ ഇൻഫോസിസ്, ടെക് മഹീന്ദ്ര ഇവരായിരുന്നു ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നത്. അതിൽ തന്നെ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അബുദാബി ബേസ്ഡ് ആയിട്ടുള്ള അബുദാബി നാഷണൽ ഓയിൽ കമ്പനി അവരുടെ ഭാഗത്തു നിന്നും ഒരു കെമിക്കൽ ഫെസിലിറ്റി നിർമ്മിക്കാനുള്ള ഒരു വേൾഡ് സ്കെയിൽ കെമിക്കൽ ഫെസിലിറ്റി നിർമ്മിക്കാനുള്ള ഒരു ഓർഡറുകൾ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതായിരുന്നു റിലയൻസിന് പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നിന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റോക്ക് സ്പെസിഫിക് വാർത്തകൾ മാത്രമായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റിൽ മൂവ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബ്രോഡർ മാർക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഏകദേശം ഫ്ലാറ്റ് ആയിട്ടാണ് ഉണ്ടായത്. സ്മോൾ ക്യാപ്പിൽ ഒരു 0.5% ഗെയിൻ കണ്ടു. എന്നിരുന്നാലും അതൊക്കെ ഒരു സ്റ്റോക്ക് സ്പെസിഫിക് മൂവ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു സമയത്ത് കാണാനായിട്ടുള്ളത്. വലിയൊരു അപ്സൈഡിനുള്ളൊരു സാധ്യതകൾ നമ്മൾ മാർക്കറ്റിൽ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൂന്നാമത്തെ ദിവസം ഒരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടാണ് എൻ്റെ ആയിട്ടുള്ളത്. ഏകദേശം ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലത്തെ ഒരു സിമ്പിളാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഒരു വീക്ക്നെസ്സിനുള്ളൊരു സാധ്യതകളാണ് ഈ ഒരു സിമ്പിൾ കാണിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇനിയൊരു 15,690 അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണ് എങ്കിൽ നമുക്ക് വീണ്ടും നിഫ്റ്റിയിൽ വീണ്ടും ഒരു ഡിക്ലൈനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ 15,450 റേഞ്ചുകൾ, 15,500, 15,450 റേഞ്ചുകളായിരിക്കും സപ്പോർട്ട് സോൺസ് ആയിട്ട് നിഫ്റ്റിക്ക് നിലനിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ പറഞ്ഞ ഒരു 15,600, 15,900 മാർക്കറ്റ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഈ ഒരു ഏതെങ്കിലും ഒരു റേഞ്ചിലുള്ള ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാലാണ് അടുത്തൊരു ട്രെൻഡിനുള്ളൊരു സാധ്യതകൾ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ ഒരു സ്റ്റോക്ക് സ്പെസിഫിക് മൂവുകൾ മാത്രമേ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് ഉള്ളൂ. ഇനി അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്കൊരു ബിയറിഷ് ക്യാൻഡിൽ തീർച്ചയായിട്ടും മൂന്നാമത്തെ ദിവസം ബാങ്ക് നിഫ്റ്റിയിലും ഒരു ഡിക്ലൈനിങ് മൂഡായിരുന്നു കാണാനായിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയും ഏകദേശം ഒരു റേഞ്ച് ബൗണ്ട് റാലികളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 34,500 റേഞ്ചുകളാണ് അടുത്തൊരു സപ്പോർട്ട് സോൺസ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ 35,000 റേഞ്ചുകൾ റെസിസ്റ്റൻസ് സോണുകളായിട്ടും ബാങ്ക് നിഫ്റ്റിക്ക് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊന്ന് ഒരു സ്റ്റോക്ക് സ്പെസിഫിക് മൂവുകളിലേക്ക് മാറുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക, ഒരു സ്റ്റോക്കുകളും ന്യൂസുകളും ബേസ് ചെയ്തിട്ട്. കാരണം നമുക്ക് അടുത്തൊരു ട്രെൻഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇനി നമുക്ക് അടുത്തൊരു ഡയറക്ഷൻ നമുക്ക് ഈ ഒരു സമയത്ത് പറയാനായിട്ട് നിലനിൽക്കുന്നുള്ളൂ. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ US മാർക്കറ്റ് ഒരു ഡിക്ലൈനിങ് മോഡിലാണ് ഈ ഒരു സമയത്ത് കാണാനുള്ളത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളും ഒരു നെഗറ്റീവ് ടെറിട്ടറിയിൽ നിലനിൽക്കുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ട്രെൻഡാണ് കാണാനുള്ളത്. SGX നിഫ്റ്റി ഫ്ലാറ്റ് ആയിട്ടാണ് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് വീണ്ടും ഒരു ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. 10 പൈസ ഇടിഞ്ഞ് 74.33 ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് 1,646 കോടിയുടെ നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിലുണ്ടായിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും 1,520 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും വന്നിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ആക്ടിവിറ്റികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ടീവ് അല്ല, രൂപ സപ്പോർട്ടീവായിട്ട് നിലനിൽക്കുന്നതില്ല. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളും നമുക്ക് ഈ സമയത്ത് സപ്പോർട്ടീവായിട്ട് കാണുന്നില്ല. മിക്സഡായിട്ട് ഏഷ്യൻ മാർക്കറ്റ് നിലനിൽക്കുന്നു. ബാക്കി രണ്ട് മാർക്കറ്റുകളും യൂറോപ്യൻ US മാർക്കറ്റുകൾ അത്ര സപ്പോർട്ടീവായിട്ട് നിലനിൽക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ നാളത്തെ മാർക്കറ്റ് നമുക്ക് സപ്പോർട്ടീവ് ആകാനുള്ള സാധ്യതകൾ കുറവാണ്. എന്നിരുന്നാലും രാവിലെ SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിലും ഇടിവുകൾ വരുന്നത് കൊണ്ട് നമുക്ക് IT സെക്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ IT സെക്ടറിൽ ഇതിനൊരു ഗെയിനായിട്ട് നമുക്ക് കാണാം. എന്നിരുന്നാലും ബാക്കിയുള്ള സെക്ടറുകൾക്ക് ഇതൊരു ഡിക്ലൈനുള്ള സാധ്യതകളാണ് കാണാനായിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ പെർസിസ്റ്റൻസ് സിസ്റ്റത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ നല്ലൊരു ബുള്ളിഷ് റാലികൾ കാണുന്നുണ്ട്. ഡീപ്പായിട്ടുള്ളൊരു ഓവർബോട്ട് ടെറിട്ടറിയിലാണ് എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഈ സ്റ്റോക്കിൽ നിലനിൽക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഹോൾഡിങ്ങിലാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിനെ തുടരാവുന്നതാണ് നമുക്കിനിയും. ഇനി അതുപോലെ തന്നെ ഭാരത് ഫോർജിൻ്റെ ഒരു ചാർട്ട് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഒരു സ്റ്റോക്കിൽ വീണ്ടും ഒരു ബുള്ളിഷ് മൂവുകൾ കണ്ടുവരുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു എൻട്രികൾ ഭാരത് ഫോർജിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹൈയിൽ നിന്ന് ഏകദേശം 768 മുകളിലേക്ക് 769 മുകളിലേക്കൊക്കെ ഒരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഭാരത് ഫോർജിൽ നമുക്കൊരു പോസിബിലിറ്റി വീണ്ടും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഭാരത് ഫോർജിനെയും നിങ്ങളുടെ അനാലിസിസിലേക്ക് ഒന്ന് കൺസിഡർ ചെയ്യുക. അടുത്തായിട്ട് ദീപക് നൈട്രേറ്റ്, ഈ ഒരു സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് ഒരു സൈഡ് വേ റാലികൾ ഒരു കൺസോളിഡേഷൻ ഫേസിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും നമുക്കൊരു ബുള്ളിഷ് സിഗ്നൽസ് പ്ലോട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 1840, അപ്പോൾ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലൊരു 1825 മുകളിലേക്ക് പോവുകയാണ് എങ്കിൽ നമുക്ക് ഒരു 1845 വരെയും അതിൽ നിന്നൊരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റാലികൾ ഏകദേശം 1900-950 വരെയുള്ള റാലികൾ നമുക്ക് ദീപക് നൈട്രേറ്റിൽ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്കിനെയും ഒരു ബ്രേക്കൗട്ടുകൾ കട്ടി ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ ക്യുമിൻസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് നല്ലൊരു ബുള്ളിഷ് മൂവുകൾ ഉണ്ടായിട്ടുണ്ട്. അതുമാത്രം കൊട്ടാക് സെക്യൂരിറ്റി ഇവർക്കൊരു ബൈ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിന്. അപ്പോൾ റേറ്റിംഗ് അപ്ഗ്രേഡേഷൻ നടന്നത് ഇന്ന് ഈ ഒരു സ്റ്റോക്കിന് ബുള്ളിഷ് മൂവുകൾക്ക് കാരണങ്ങളായിട്ടുണ്ട്. ഇനി നമുക്ക് 905 മുകളിലേക്കൊക്കെ ഒരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത റെസിസ്റ്റൻസ് സോണുകളായിട്ട് 926-27 റേഞ്ചുകളാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ BEL ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു ബുള്ളിഷ് റാലികൾക്കുള്ള സാധ്യതകൾ ഈ ഒരു സ്റ്റോക്കിലുണ്ട്. വീണ്ടും ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ പോലെ കാണുന്നു. 52 വീക്ക് ഹൈഡ് അടുത്തൊക്കെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിനെയും നിങ്ങൾ ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ ടെക് മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം അവർ TSC അവരുമായിട്ടൊരു പാർട്ട്ണർഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ജനറേഷൻ എൻ്റർപ്രൈസ് സെക്യൂരിറ്റി ഗ്ലോബൽ ലെവലിലുള്ള കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഓർഡർ വിന്നുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും 15 ഹൈഡ്രജൻ ബേസ്ഡ് ഫ്യൂവൽ സെൽ ബസ്സസ് നിർമ്മിക്കുന്നതിനുള്ളൊരു ഓർഡറുകളാണ് ഇവർക്ക് വിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓർഡറുകൾ ഇന്നിവർക്ക് ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് നിലനിന്ന് എന്നിരുന്നാലും പിന്നെ അതിന് ശേഷം ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിലും ഒരു സൈഡ് വേ ആയിട്ട് ഒരു ചെറിയൊരു സൈഡ് വേയിലേക്കാണ് മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നിലനിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ NBCCയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏകദേശം 206 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ ഒഡീഷ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും വിൻ ചെയ്തിരിക്കുന്നു. ഇവർക്ക് പോസിറ്റീവ് ന്യൂസായിട്ട് നിലനിൽക്കുന്നു. അതേപോലെ തന്നെ BELനെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഗുഡ് ന്യൂസും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യൻ നേവിയുമായിട്ട് അവരൊരു ധാരണാപത്രം സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഇൻക്യുബേഷൻ, അതായത് ടെക്നോളജി ഇൻക്യുബേഷൻ നിർമ്മിക്കുന്നതിനായിട്ട് എമർജിങ് ടെക്നോളജീസിൻ്റെ ഒരു റിസർച്ച് അതുപോലെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടെക്നോളജി ഇൻക്യുബേഷൻ നിർമ്മിക്കുന്നതിനാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ധാരണാപത്രം സൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ PNC ഇൻഫ്രാടെക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നല്ലൊരു റാലി, കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങളിൽ നല്ലൊരു റാലികൾ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വന്നൊരു അപ്ഡേറ്റുകളാണ് ഏകദേശം 11,600 കോടി വർത്ത് ചെയ്യുന്ന 11,600 കോടിയുടെ ഓർഡർ ബുക്കുകൾ ഇപ്പോൾ കമ്പനിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു ന്യൂസ്, അപ്പോൾ അങ്ങനത്തെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓർഡർ ബുക്കുകൾ നിലനിൽക്കുന്നു എന്നുള്ളത് ഈ ഒരു കമ്പനിക്ക് നല്ലൊരു ബൂസ്റ്റ് നൽകുന്നുണ്ട്. അത് 2 ദിവസങ്ങളിലായിട്ട് നല്ലൊരു അപ്സൈഡുകൾ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുമുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങൾക്കൊന്ന് ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് Q4 റിസൾട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രാഫൈറ്റ് ഇന്ത്യ ഏകദേശം 64 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 7 കോടിയുടെ ലോസ് ആയിരുന്നു നിലനിന്നത്. അതുപോലെ തന്നെ GIC അവരെ സംബന്ധിച്ചിടത്തോളം 6% വർധനമാണ് നെറ്റ് പ്രോഫിറ്റിലുണ്ടായിരിക്കുന്നത്. 1260 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പ്രധാനമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകത്തിലുള്ള വർധനവും അതുപോലെ തന്നെ ഇൻഷുറൻസ് ക്ലെയിംസിലുള്ള കുറവുകളുമാണ് ഈ ഒരു നെറ്റ് പ്രോഫിറ്റിന് വർധനവായിട്ട് കാരണങ്ങൾ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ മാനേജ്മെൻറ്റ് കമൻട്രികളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കൊറോണയുടെ ഇമ്പാക്റ്റുകൾ കമ്പനിയുടെ പെർഫോമൻസിലും അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ ഈ ഒരു റിസൾട്ടിലും ഇമ്പാക്റ്റുകൾ കൊണ്ടുവന്നിരിക്കുന്നു എന്ന അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്തായിട്ട് യൂഫ്ലെക്സ് ഇവരുടെ ഒരു Q4ലേക്ക് വന്നു കഴിഞ്ഞാൽ 163% വർധനവാണ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത്. 263 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. ഓപ്പറേഷൻസിൽ നിന്നുള്ള റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 45% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 2,564 കോടി വരുമാനമായിട്ട് കാണിച്ചിരിക്കുന്നു. ഇനി അതുമാത്രമല്ല കമ്പനിയുടെ ഭാഗത്തു നിന്നും ഏകദേശം 120 കോടിയുടെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാൻസും അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു നല്ലൊരു റിസൾട്ടിന് കാരണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് പാക്കേജിംഗ് മെറ്റീരിയലിലുള്ള വർധനവും അതിൻ്റെ ഒരു ഡിമാൻഡിലുള്ളൊരു വർധനവും പിന്നെ അതുപോലെ തന്നെ പുതുതായിട്ട് അവർക്ക് കുറച്ച് ക്ലയൻറ്റുകളെ ആഡ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസായിട്ടും നിലനിൽക്കുന്നുണ്ട്. ഇനി NBCCയുടെ Q4ലേക്ക് വന്നു കഴിഞ്ഞാൽ 83 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് 83.3 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം അവർക്ക് 87.7 കോടിയായിരുന്നു നെറ്റ് പ്രോഫിറ്റായിട്ട് നിലനിന്നത്. അപ്പോൾ അതേ ഒരു റേഞ്ചിൽ തന്നെയുള്ള നെറ്റ് പ്രോഫിറ്റാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്.
ഇൻകം നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ വർധനവുണ്ടായിട്ടുണ്ട്. 2706 കോടി വരുമാനമായിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് 2651 കോടിയായിരുന്നു മാർച്ച് ക്വാർട്ടറിൽ നിന്നത്. അതുപോലെ തന്നെ ശക്തി ഷുഗറിൻ്റെ Q4ലേക്ക് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 70 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 117 കോടിയുടെ നെറ്റ് ലോസ് ആയിരുന്നു നിലനിന്നത്. ടോട്ടൽ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അതിലും ഒരു ചെറിയ ഡിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. 229 കോടി ടോട്ടൽ ഇൻകമായിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് 274 കോടി മാർച്ച് ക്വാർട്ടറിൽ റവന്യൂ ആയിട്ട് നിലനിന്നു. ഇനി അതുപോലെ തന്നെ ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് എക്സ്പെർട്സ് ഒക്കെ കൊടുത്തൊരു അനൗൺസ്മെൻറ്റുകൾ ഒരു അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും ഓട്ടോ സെയിൽസൊക്കെ ഒന്ന് നോർമലൈസ് ആകാനുള്ള സാധ്യതകൾ അവർ പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് കാരണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു എക്കണോമിക് ഗ്രോത്തിലുള്ളൊരു, അതായത് ബെറ്റർ റിക്കവറി, എക്കണോമിക് ഗ്രോത്തിലൊക്കെ ഒരു ബെറ്റർ റിക്കവറി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഇനി കുറേ പെൻഡപ്പ് ഡിമാൻഡുകൾ, അതായത് കെട്ടിക്കിടന്ന ഓരോ ഓർഡറുകളും അതുപോലെ ഡിമാൻഡുകളൊക്കെ ഇനിയും ഇപ്പോൾ ഒരു അൺലോക്കിംഗ് നടക്കുന്നതോടുകൂടി അപ്പോൾ ആ ഡിമാൻഡുകളൊക്കെ വീണ്ടും വരും. അപ്പോൾ അങ്ങനത്തെ ഒരു കാരണങ്ങൾ കാണിച്ചുകൊണ്ട് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഓട്ടോ സെയിൽസ് ഒക്കെ വീണ്ടും നോർമലൈസ് ആവും. അപ്പോൾ അത് ഓട്ടോ സെക്ടറിനൊക്കെ ഒരു ഗുണകരമായി മാറും എന്നാണ് അവരുടെ ഒരു ഒപ്പീനിയനായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസുകളും സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.